വെജിറ്റബിൾസ് പൊടിച്ച് വിറ്റുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമ്മുടെ എല്ലാം വീട്ടില് ഒരു ചെറിയ രീതിയിൽ പഴകിയ വെജിറ്റബിൾസ് തന്നെ നമ്മളാരും യൂസ് ചെയ്യാറില്ല. അതങ്ങനെ തന്നെ വേസ്റ്റ് ആക്കി കളയാണ് ചെയ്യാറ് അല്ലെ? എല്ലാവരുടെ വീട്ടിലും അങ്ങനെ തന്നെയാണുള്ളത്. നമ്മൾ അധികം പഴകിയ വെജിറ്റബിൾസ് ഒന്നും യൂസ് ചെയ്യാറില്ലല്ലോ. അതങ്ങനെ തന്നെ വേസ്റ്റ് ആക്കി കളയും. അപ്പോൾ ഈ 74 ബില്യൺ ടൺസിലധികം വെജിറ്റബിൾസ് ആണ് ഒരു വർഷത്തില് നമ്മുടെ ഇന്ത്യയിൽ വേസ്റ്റ് ആക്കി പോകുന്നത്. അപ്പൊ ഇതിനെല്ലാം പരിഹാരമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ്. എന്നാൽ അതൊരു ബിസിനസ് ആയിട്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ അതൊന്ന് ചെയ്തു നോക്കാനുള്ള ഇൻട്രസ്റ്റ് കുറച്ചും കൂടി കൂടുതലായിരിക്കും അല്ലെ? അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ ഒരു ആമസോൺ സെല്ലറിൽ കയറിയിട്ട് ഒരു ഗാർലിക് പൗഡർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഗാർലിക് പൗഡർ അത് ആ ഒരു ഗാർലിക് പൗഡർ സെല് ചെയ്തുകൊണ്ട് തന്നെ അവർ ഈ ആമസോൺകാര് ഒരു വർഷത്തിൽ 50 ലക്ഷം രൂപയിലധികമാണ് വരുമാനം ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്കും എന്തുകൊണ്ട് അങ്ങനെ ഒരു ഐഡിയ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തുകൂടാ? അത്രയും 50 ലക്ഷം വരുമാനമില്ലെങ്കിലും അത്യാവശ്യം ജീവിച്ചു പോകാൻ പറ്റുന്ന ഒരു വരുമാനം നമുക്ക് ഈ ഐഡിയയിലൂടെ ഉണ്ടാക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഈ വെജിറ്റബിൾസ് നമ്മൾ ഈ ചെറിയ രീതിയിൽ പഴകിയ വെജിറ്റബിൾസ് ആയാലും ഇല്ലെങ്കിൽ നമ്മൾ വെജിറ്റബിൾസ് മേടിച്ചിട്ടായാലും നമുക്കിത് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇത് ഡീഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെഷീൻ വേണം. ആ മെഷീൻ ഏകദേശം 50,000 രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഇന്ത്യ മാർട്ട് പോലത്തെ വെബ്സൈറ്റിൽ കയറിയാൽ മതി. അപ്പൊ അങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്ത വെജിറ്റബിൾസ് പൊടിച്ചെടുക്കാൻ വേറൊരു ഗ്രൈൻഡർ വേണം. ആ ഗ്രൈൻഡർ 8,000 രൂപ തൊട്ടും അവൈലബിൾ ആയിട്ടുണ്ട്. അതും ഇന്ത്യ മാർട്ട് പോലത്തെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ ഈ 2 മെഷീൻസും നമുക്ക് വേണം. ഒന്ന് ഡീഹൈഡ്രേറ്റ് ചെയ്യണ മെഷീനും രണ്ടാമത്തേത് ഇത് പൊടിച്ചെടുക്കാനുള്ള ഒരു ഗ്രൈൻഡർ മെഷീനും. ഈ 2 മെഷീനും വേണം. പിന്നെ ഇതിന് വേണ്ടത് ഇത് പാക്ക് ചെയ്യാനുള്ള പാക്കിംഗ് കവറോ ഇല്ലെങ്കിൽ പാക്കിംഗ് ബോട്ടിൽസും ആണ് ഇതിന് വേണ്ടത്. ഇപ്പൊ ഏകദേശം നമുക്കൊരു 80,000 രൂപയുടെ താഴെ കണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഐഡിയ ആണ്. ഇനി ഇതെങ്ങനെയാണ് സെയിൽ ചെയ്യുക? നമ്മുടെ ലോക്കൽ മാർക്കറ്റുകളിൽ കൊടുക്കാം, സൂപ്പർ മാർക്കറ്റുകളിൽ കൊടുക്കാം. അതിനും പുറമെ ഓൺലൈൻ ത്രൂ സെയിൽ ചെയ്യാൻ പറ്റും. ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെ ഓൺലൈൻ ത്രൂ സെയിൽ ചെയ്യാൻ പറ്റും. പിന്നെ എക്സ്പോർട്ട് ചെയ്യാൻ വരെ പറ്റുന്ന ഒരു ബിസിനസ് ആണ്. ഇതിന് വേണ്ട ലൈസൻസ്, ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസും പേക്കർ ലൈസൻസും ഇനി ഓൺലൈൻ ത്രൂ സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ GST ആണ് ഇതിനാവശ്യമായി വരുന്നത്. അപ്പൊ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ തുച്ഛമായ ഇൻവെസ്റ്റ്മെന്റിൽ എന്നാൽ എല്ലാവർക്കും ഉപകാരപ്രദമാവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈ വേസ്റ്റ് ആക്കി കളയുന്ന വെജിറ്റബിൾസ് നമുക്ക് ഇതേപോലെയുള്ള ഐഡിയ ആക്കി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യമില്ല. എല്ലാവരും ഒന്ന് ചിന്തിച്ചോക്കെ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തിക്കോളൂ കേട്ടോ. അപ്പൊ ഇതേപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള ഐഡിയകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്.